ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ ബട്ട് ലൗഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഒരു വൺ ഡേ ട്രിപ്പ് വാഗമണിലോട്ടുള്ളത്. നിങ്ങളുമായിട്ട് അതിലെ ചില കാഴ്ചകൾ പങ്കുവെക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് വാഗമണിലോട്ട് ഏകദേശം 2 മണിക്കൂറിൻ്റെ കാർ ഡ്രൈവാണ് ഉള്ളത്. റാന്നിയിൽ നിന്ന് എരുമേലി റോഡ് കയറി കാഞ്ഞിരപ്പള്ളി ചെന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഈരാറ്റുപേട്ട ചെന്ന്, ഈരാറ്റുപേട്ട വാഗമൺ റോഡെടുത്താണ് ഞങ്ങൾ വാഗമണ്ണിൽ ചെന്നത്. രാവിലെ ഒരു 6 മണി കൂടിയാണ് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഈരാറ്റുപേട്ടയിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഏകദേശം 8:30 കഴിഞ്ഞതുകൂടെ ഞങ്ങൾ ചെല്ലേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് വലിയ മഴയില്ലായിരുന്നെങ്കിലും പോകുന്ന വഴികളിലെല്ലാം നല്ല മഴയുണ്ടായിരുന്നു. മഴ അതികഠിനമായിട്ട് ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പതുക്കെ വീണ്ടും യാത്ര ആരംഭിച്ച് അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഹൈ റേഞ്ചിൽ കൂടെ കയറുമ്പോഴുള്ള മഞ്ഞിറക്കമൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാൻ പറ്റും. വാഗമണ്ണിൽ ചെന്ന ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ ഞങ്ങൾ അവിടെ ഒരു റൂമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അഗോഡ വഴിയാണ് ഞങ്ങളത് ബുക്ക് ചെയ്തത്. ആ റൂമിൻ്റെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ബെഡും ടിവിയും, നല്ലൊരു ബാത്റൂമുണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. 2 പേർക്ക് അവിടെ ഇരിക്കാം. ഇവിടുന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ തന്നെയാണ് ഉള്ളത്. ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണിത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, മഴവെള്ളമൊക്കെ കെട്ടി നിർത്തിയേക്കാണ് ഇവിടെ. ഇതാണ് വാഗമൺ മെഡോസ് അല്ലെങ്കിൽ വാഗമൺ മൊട്ടക്കുന്ന്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ സീനിയർ സിറ്റിസണും 15ഉം അഡൽസിന് 25ഉം ആണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ പേര് പോലെ തന്നെ മൊട്ടക്കുന്നുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചുറ്റും ചെറിയ ചെറിയ കുന്നുകളാണ്. നമ്മുടെ ഇരു സൈഡിലും കുന്നുകൾ നമ്മൾക്ക് കാണാം. സാഹസികത ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ല 2-3 ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് അതൊന്നും ഓപ്പണിംഗ് അല്ലായിരുന്നു. കാലാവസ്ഥ അത്ര നല്ലതല്ലായിരുന്നു. മഴ കണ്ടിന്യൂസ് ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് നിൽക്കും, എന്നാൽ വീണ്ടും പെയ്യും. അങ്ങനെയൊക്കെയുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് ആക്ടിവിറ്റീസ് കുറവായിരുന്നു. എന്നാൽ കയാക്കിങ്, സ്കൈ സൈക്ലിങ് ഇതൊക്കെ ഉണ്ടായിരുന്നു. ആക്ടിവിറ്റീസിന് ഇവിടെ സെപ്പറേറ്റ് ചാർജാണ് വരുന്നത്. കണ്ടില്ലേ, ചുറ്റും ചെറിയ ചെറിയ കുന്നുകളാണ്. ഞങ്ങൾ ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. അവിടുത്തെ ചില കാഴ്ചകൾ നമ്മൾക്ക് കാണാം. ഞങ്ങളങ്ങനെ നടന്ന് ചെന്നപ്പോൾ കയാക്കിങ്ങിനുള്ള സ്ഥലം കണ്ടു.
കയാക്കിങ് സിംഗിളിന് റേറ്റ് വരുന്നത് 150യും ഡബിളിന് റേറ്റ് വരുന്നത് 250 ആണ്. കൊട്ടവഞ്ചി ഉണ്ട്, എന്നാൽ ഞങ്ങൾ ചെന്ന സമയത്ത് അത് പ്രവർത്തിക്കുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് അല്പം നേരത്തെയാണ് ചെന്നത്, അത് ഓപ്പണിംഗ് ആയിട്ടില്ലായിരുന്നു. എന്നാൽ കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കയറാൻ പറ്റി. എന്നാൽ നല്ല മഴയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നത് കാരണം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് മഴയൊന്ന് തോർന്ന് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരുന്നു. കയാക്കിങ് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചുറ്റും കിളികളുടെയൊക്കെ ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് വെള്ളത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ട് നല്ലൊരു അനുഭവം തന്നെയായിരുന്നത്. ഫാമിലിയായിട്ട് പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ വാഗമൺ. നമുക്ക് പറ്റിയ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഇതൊക്കെ കൺസിഡർ ചെയ്ത് നമുക്ക് വാഗമൺ തിരഞ്ഞെടുക്കാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, കാലാവസ്ഥ അത്ര അനുകൂലമല്ലായിരുന്നു ഞങ്ങൾക്ക്. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ ഞാൻ മൊബൈൽ മാറ്റി വെക്കുകയും അങ്ങനെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ ഞാൻ എൻ്റെ അധ്വാനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ കാണുന്നത്. മൊബൈൽ പിടിക്കാനും തുഴയാനും ഒരുമിച്ചുള്ള സ്കില്ല് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. ഏകദേശം ഒരു 20 മിനിറ്റാണ് ഈ ആക്ടിവിറ്റി എങ്കിലും ഞങ്ങൾക്കവർ 30 മിനിറ്റോളം തന്നു. അതിൽ കൂടുതലും അവർ തരുമായിരുന്നു. എന്നാൽ ഇതിൻ്റെ എൻഡൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് അത് പകർത്താൻ പറ്റിയില്ല മൊബൈലിൽ. മഴ നനഞ്ഞ് ഞങ്ങൾ 2 പേരും കുളിച്ചാണ് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുന്ന് കയറിയത്. കൂടുതൽ ഞങ്ങളുടെ എനർജി കളയണ്ടെന്നോർത്ത് ഇവിടെ എല്ലാം വീണ്ടും ചുറ്റുമൊക്കെ ഒന്ന് ചുറ്റി കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോയി. വാഗമൺ പൈൻ ഫോറസ്റ്റ്. ഇവിടെ അഡൽസിന് 10ഉം കുട്ടികൾക്ക് 5 രൂപയാണ് ചാർജ് വരുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഇതൊരു സ്വർഗീയ ഭൂമിയായി തന്നെ തോന്നും. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ മനുഷ്യനിർമ്മിതമായ പൈൻമരക്കൂട്ടങ്ങളാണിത്. പക്ഷികളെ തിരിച്ചറിയാനുള്ള അതുങ്ങളുടെ ചുണ്ടിലെ രൂപമാണ് കാണിച്ചിരിക്കുന്നത്. ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടി അവർ കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. വാഗമണ്ണിനെ സഞ്ചാരികളോട് കൂടുതൽ അടുപ്പിക്കുന്നത് ഈ പൈൻമരങ്ങൾ തന്നെയാണ്. മനോഹരമായ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ആംബിയൻസ് ആണ് ഈ സ്ഥലത്തിനുള്ള പ്രത്യേകത. പക്ഷികളുടെ കാൽപാദമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് മൃഗങ്ങളുടെ കാൽപാദത്തിൻ്റെ പ്രിൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. മഴ പെയ്ത് വഴികളെല്ലാം നല്ലതുപോലെ നനഞ്ഞ് കിടക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ആകാശത്തോട്ട് എടുക്കുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. മരച്ചില്ലകളെല്ലാം കൂടെ കൂടി മരങ്ങളുടെ ആ ഒരു വ്യൂ ആണ്. അത് അതിമനോഹരമാണെന്ന് തന്നെ പറയാം. ഫോറസ്റ്റിന് ഉള്ളിലോട്ട് ഞങ്ങൾ നടന്നു പോയപ്പോഴുള്ള ചില കാഴ്ചകൾ നമുക്ക് കാണാം. വിനോദത്തിൽ അല്പം കാര്യമെന്നോണം ഞങ്ങൾ സന്ദർശിച്ച ഒരു ടീ ഫാക്ടറിയാണിത്. മാസ്കോ ടീ ഫാക്ടറി അല്ലെങ്കിൽ മലനാട് കോഓപ്പറേറ്റീവ് ടീ ഫാക്ടറി.
വളരെ അധികമായി പറിച്ചു വെച്ച തേയില ഇലകളാണ് ഈ കാണുന്നത്. ഈ ഇലകളിൽ നിന്ന് ഇനി ജലാംശം മാറ്റണം. അതിനായി ഒരു മെഷീനിലൂടെ കടത്തിവിടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ജലാംശം കളഞ്ഞ ഇലകളെ ഇങ്ങനെ ഒരു മെഷീനിൽ കൂടെ കടത്തിവിട്ട് അതിനെ ക്രഞ്ച് ചെയ്തെടുക്കും. ഈ ഫർണൈസ് വഴിയാണ് ഉയർന്ന താപനിലയുള്ള വായുവിനെ ഉണ്ടാക്കുന്നത്. അതിനെ ഒരു ചേംബറിലൂടെ കടത്തിവിടും. ഈ ഹൈ ടെമ്പറേച്ചറുള്ള എയറാണ് ടീനെ ഡ്രൈ ആക്കി എടുക്കുന്നത്. ഇത് ടീയുടെ വേസ്റ്റ് ആണ് ഈ കാണുന്നത്. ബാക്കിയുള്ള ടീ പൗഡറാണ് ഈ ചേംബറിൽ കൂടെ ഇറങ്ങി വരുന്നത്. ഈ മെഷീൻ ഉപയോഗിച്ചാണ് ടീ പൗഡറിലുള്ള അവശിഷ്ടങ്ങളെ ഫിൽറ്റർ ചെയ്ത് അല്ലെങ്കിൽ അരിച്ചെടുക്കുന്നത്. ടീ പൗഡറിലുള്ള ഇംപ്യൂരിറ്റീസിനെ എത്രമാത്രം നമ്മൾ റിമൂവ് ചെയ്യുന്നു അത്രത്തോളം അതിൻ്റെ ക്വാളിറ്റിയും കൂടുന്നു. ടീയുടെ ക്വാളിറ്റി അതിൻ്റെ സ്മെല്ലിലും അതുപോലെ തന്നെ കാഴ്ചയിലും തിരിച്ചറിയാമെന്നാണ് ടീ ടേസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന വിദഗ്ധർ അവകാശപ്പെടുന്നത്. ഈ ടീ ഫാക്ടറിയുടെ പാക്കിംഗ് സെക്ഷനാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു സെല്ലിംഗ് ഔട്ട്ലെറ്റും ഉണ്ട്. ഏകദേശം 30% ഡിസ്കൗണ്ടിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ടീ പൗഡർ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന പ്രിയ സുഹൃത്തുക്കളോടുള്ള നന്ദിയെ അറിയിക്കുന്നു.